ശരി ശരി, ഓക്കെ. ദിഗ്വിജയ, ഞങ്ങൾ പൂജയ്ക്ക് പോകുവാനുള്ള തീരുമാനം ഉറപ്പിച്ചു. അതെ ദിഗ്വിജയ, കുടജാദ്രി പർവ്വതനിരകൾക്ക് മുകളിലുള്ള നീലാഞ്ജനക്കുന്നിലേക്ക് പോകണം. ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുവാനുള്ള ഒരു തീരുമാനം എടുക്കാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരിക്കുമല്ലോ? അതെ ദിഗ്വിജയ, പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സഞ്ചാരങ്ങളൊക്കെ ആവശ്യമാണ്. ഞാൻ നാഗമാണിക്യത്തിനു വേണ്ടി, കൃഷ്ണ ശാപമോചനത്തിനു വേണ്ടി, നീ നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുവാനായി കാത്തിരിക്കുന്നവനും, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സ്വപ്നവും നിറവേറ്റി നമ്മുടെ ആഗ്രഹങ്ങൾ ശരിയായ വഴിക്ക് പോകണമെങ്കിൽ ഇന്നത്തെ ഈ യാത്ര അത്യാവശ്യമാണ്. നീലാഞ്ജനമലയിൽ പോയി സമ്പതി ഗുഹയിലുള്ള താളിയോലകൾ നോക്കേണ്ടത് ആവശ്യമാണ്. അത് നമുക്ക് ലഭിച്ചാൽ തന്നെ നാഗമാണിക്യം ലഭിച്ചതുപോലെയാ. ഒരു വിശേഷാൽ ദിവസം മാത്രമേ അത് നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ആ വിശേഷാൽ ദിനം ഇനി ഒട്ടും അകലെയല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു നിമിഷം. അപ്പോ നിങ്ങളും പോവുകയാണ്? ആ തക്ഷക ഗുരുക്കളും ഇപ്പോൾ നാഗമാണിക്യം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പൂജയ്ക്ക് വേണ്ടി ദൂരേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ആരും ഇല്ലാതായാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? അഘോര അമാവാസിക്ക് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നീ ഒന്നും ഭയക്കേണ്ട ദിഗ്വിജയ, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരികെ വരാം. എത്രയും പെട്ടെന്ന് വരണം. നാഗമാണിക്യം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ പൂജാവിധികളാണ് നടത്തിയെടുക്കേണ്ടത്? കാലാകാലങ്ങളോളം ആ നാഗമാണിക്യം നമ്മുടെ കൈവശം ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം വരാൻ. എത്രയും വേഗം തന്നെ നാഗമാണിക്യം എനിക്ക് സ്വന്തമാക്കണം. എന്നുവെച്ചാ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടേതാക്കണമെന്നാണ്. നമ്മുടേതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ചേർന്നത്. എന്റെ കൈവശം അത് ലഭിച്ചാൽ ഉടനെ ഞാൻ അത് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്താൽ എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നു. ശരി, നിങ്ങൾ പോയിക്കോളൂ. പോയി എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞിട്ട് വരും. ആ നാഗമാണിക്യം എങ്ങനെ കൈവശമാക്കാമെന്ന് അറിഞ്ഞിട്ട് വരൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളുടെ ആവശ്യമേ ഇല്ല. എനിക്ക് വേണ്ടത് വെറും നാഗമാണിക്യം മാത്രമാണ്. ശൈലുവല്ല, ശിവാനി. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം വീണ്ടും എന്റെ മുമ്പിൽ ചോദ്യങ്ങളായിട്ട് മാറുക. ശൈലു ഇടയ്ക്കിടയ്ക്ക് ശിവാനിയായിട്ട് മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാ മനസ്സിലാവുന്നില്ല. അവളുടെ വയറ്റില് ശിവാനിയുടേത് പോലെ തന്നെ ഒരു കുഞ്ഞുണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛനിപ്പോ ജീവനോടെ ഇല്ല. പക്ഷെ അച്ഛന്റെ പേരിൽ കത്തും വന്നിട്ടുണ്ട്. വീട്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ അച്ഛന്റെ അനിയനായിട്ട് ഒരുത്തം വന്ന് കയറിയിട്ടുണ്ടല്ലോ. അയാളുടെ കൂടെ വീട്ടിലേക്ക് വന്നവര് മറ്റൊരു രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണോ എന്തോ ഇപ്പൊ മായം വന്നിരിക്കുക. ഇതെല്ലാം തന്നെ വീണ്ടും വീണ്ടും എന്റെ മനസ്സിൽ ചോദിച്ചനായിട്ട് നിൽക്കുക. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കണം. പക്ഷെ ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം എനിക്ക് ആരാ പറഞ്ഞു തരാന്നറിയില്ല. ഇത്രയും ദിവസം എന്റേതെന്ന് കരുതിയ എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാണ്. അതെ, അദ്ദേഹത്തിന് കഴിയൂ. ഇതിനെല്ലാമുള്ള ഉത്തരം തരാനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. അന്നൊരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു എനിക്കെന്തോ അപകടം വരാനിരിക്കുന്നുണ്ടെന്ന്. മായ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പേരിൽ എനിക്ക് അപകടം ഉണ്ടാവും അത്രേ. പക്ഷെ അതെല്ലാം എന്നെ കൊണ്ട് എങ്ങനെ തടയാൻ പറ്റുക? ആർക്കാണ് അപകടം? എനിക്കാണോ അതോ എന്റെ കൂടെയുള്ള ശിവാനിയുടെ രൂപമുള്ള ശൈലുവിനാണോ? അതോ എന്റെ വീട്ടുകാർക്കാണോ? എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടണം. ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം എനിക്ക് ലഭിച്ചേ പറ്റൂ. ഏയ്,
എന്താ പറ്റി എങ്ങോട്ടാ പോകുന്നേ? എന്താ വല്ലാതിരിക്കുന്നേ? ഞാനാകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കെ. പക്ഷെ അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും നീ ഇന്നലത്തെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അത് മാത്രമൊന്നല്ല ഇപ്പൊ എന്റെ പ്രശ്നം. എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണം. അതിനുവേണ്ടി എനിക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ പോകുന്നേന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നീ എങ്ങോട്ട് പോയാലും എന്നെയും കൂടെ കൊണ്ടുപോവോ? വേണ്ട. എനിക്കെന്തോ എന്തോ അപകടം വരാനിരിക്കുന്നുവെന്ന് എന്റെ മനസ്സ് പറയാ. അങ്ങനൊരു സാഹചര്യത്തിൽ നിന്നെ കൊണ്ടുപോയാൽ അത് അതിനേക്കാളും പ്രശ്നമാവില്ലേ? നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം, സേഫ് ആയിട്ടിരിക്കണം. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ഒരു കാരണവശാലും ആര് തന്നെ വന്നാലും എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ പറയുന്നത് വരെ ഈ വീട് വിട്ട് എവിടേക്കും പോവാൻ നിൽക്കരുത്. ഇതെന്റെ ലക്ഷ്മണരേഖയായിട്ട് കണ്ടാ മതി. എന്താ തൃശൂൽ, എന്താ പറ്റിയത്? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും. അതൊക്കെ വന്നിട്ട് പറയാം. തൃശൂൽ, നീയും ശ്രദ്ധിക്കണം. തൃശൂൽ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറിയത്? ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് അത്ര നിർബന്ധമായിട്ട് എന്തിനായിരിക്കും എന്നോട് പറഞ്ഞത്? ഒറ്റയ്ക്കാണോ? അത് നന്നായി. ശിവാനി, വേഗം എന്റെ കൂടെ ഒന്ന് വാ. എന്നെ അന്ന് തട്ടിക്കൊണ്ടു പോയില്ലേ ആ കള്ളസ്വാമി, അയാളെ ഞാൻ കണ്ടു, സത്യമായിട്ട് കണ്ടു. വാടി, അതോടെ നിന്റെ അവസാനമായിരിക്കും. ഈ വീടിന്റെ പടി കടന്നാ മതി, പിന്നെ ഞാൻ ആരാന്ന് കാണിച്ചു തരാം. എനിക്ക് ശരിക്കും പേടിയാകുന്നു ശിവാനി. അവര് വീണ്ടും വന്ന് എന്നെ പിടിച്ചോണ്ട് പോവോ? ഒന്ന് വാ ശിവാനി, വേഗം വാ. ഞാനിങ്ങോട്ടുമില്ല. എന്തുകൊണ്ട്? എന്തൊക്കെ സംഭവിച്ചാലും വീട് വിട്ട് പുറത്തു പോവരുതെന്ന് എന്നോട് തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. തൃശ്ശൂലാ പറഞ്ഞത്? എന്താ, തൃശ്ശൂലാണോ പറഞ്ഞത്? അതെ, ആ കള്ളസ്വാമി കണ്ട ഉടനെ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നതാ. ഞാൻ വരുന്ന വഴി തന്നെ ഈ കാര്യം തൃശ്ശൂലിനോട് പറഞ്ഞതാ. പക്ഷെ തൃശ്ശൂല് ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പുറത്തേക്ക് പോവാണ്, അതുകൊണ്ട് ശിവാനിയെ വിളിച്ചോണ്ട് പോയിക്കോന്ന് പറഞ്ഞു. മാത്രമല്ല ശിവാനിക്കും അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞാലോന്നും തൃശ്ശൂല് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ പറയുന്നത്. നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ശരി, വാ, നമുക്ക് പോവാം. ആ, അയ്യോ, അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് വരാം ഞാൻ. അയ്യോ ശിവാനി, തൃശ്ശൂലിന് എല്ലാ കാര്യങ്ങളും അറിയാലോ. പിന്നെ ഇനി ഇവിടെ ആരോട് പറയാനാ? നമ്മൾ ചെല്ലാൻ വൈകുന്നോറും ആ സ്വാമി എങ്ങോട്ടെങ്കിലും പോയി കളയും. എത്രയും പെട്ടെന്ന് പോകാം ശിവാനി. അല്ല, ഇവിടെ ആരോടും പറയാതെ പോയാ? ശിവാനി, വീട്ടുകാരറിഞ്ഞ വേദനിക്കുന്നു കരുതി അവരെ ഒന്നും അറിയിക്കേണ്ടെന്ന് തൃശ്ശൂല് പറഞ്ഞിട്ടുണ്ട്. വാ, നീ ഒന്ന് വേഗം വാ. ഒന്ന് നോക്കി നടക്ക് ശിവാനി, വാ. സ്വാമിജി, സ്വാമിജി, അങ്ങ് എവിടെയാ? ദയവേദന മുന്നിലേക്ക് വാ. സ്വാമിജി, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവുമ്പോ സ്വാമിജി എന്റെ മുമ്പിൽ വന്നു നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ അദ്ദേഹം പറയുന്ന പലതും എനിക്ക് മനസ്സിലാവാറേയില്ല. പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടും. ഇന്നെനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയേ പറ്റൂ. അദ്ദേഹത്തിന് മാത്രമേ എന്നെ സമാധാനിപ്പിക്കാൻ സാധിക്കൂ. സ്വാമിജി അങ്ങ് എവിടെയാ? സ്വാമിജി, സ്വാമിജി അങ്ങ് എവിടെയാ? ദയവേദന എന്റെ മുന്നിലേക്ക് വാ. സ്വാമിജി എവിടെയാ? സ്വാമിജി എന്താ ഇവിടേക്ക് വരാത്ത? എപ്പോഴും ഞാൻ വന്ന് സ്വാമിജി എന്ന് വിളിച്ച ഉടനെ എന്റെ മുന്നിലേക്ക് എത്തുമായിരുന്നല്ലോ. ഇത്രയും ഞാൻ വിളിച്ചിട്ടും അദ്ദേഹം എന്താ വരാത്ത? അതിന്റെ കാരണം എന്താ? ഇനി വേറെ എവിടെയെങ്കിലും പോയതാണോ? ഇല്ല, ഇന്ന് എന്ത് സംഭവിച്ചാലും എത്ര നേരമായാലും എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. എന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ വെറുതെ തിരികെ പോകാൻ പറ്റില്ല.
സ്വാമിജി, എത്ര നേരമായാലും സാരമില്ല. അങ്ങേക്ക് വേണ്ടി ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും, അതിലൊരു സംശയമില്ല. ദയവേതൊന്ന് വേഗം വാ. ഭഗവാനെ, ഈശ്വര, ഞാൻ അങ്ങേ വിശ്വസിച്ച് വന്നിരിക്കുക. ദയവേ തന്നെ കൈവിടരുത്. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണം. ആരാണ് മായ? ശിവാനിയുടെ രൂപത്തിലുള്ള ശൈലു ആരാ? എനിക്ക് വരാനിരിക്കുന്ന അപകടം എന്താ? എന്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും അപകടം വരാനുണ്ടോ? ഇതിനെല്ലാം തന്നെ എനിക്ക് സ്വാമിജിയിൽ നിന്ന് ഉത്തരം കിട്ടിയേ മതിയാവൂ. ഇനി എത്ര ദൂരമുണ്ട്? ഇനി കുറച്ചു ദൂരം കൂടി ഉള്ളൂ. ഇവൾ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവുകളും ഇല്ലാതെ ഇവളെ കൊന്നു കളയണം. അങ്ങനെ കൊന്നാൽ മാത്രമേ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കൂ. എന്നേക്കോ എനിക്ക് സമാധാനം കിട്ടും. അതിനുവേണ്ടി നിന്നെ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കാൻ പോവാ. ഗുരുദേവ, ഇവൾ ഇനി ജീവിക്കാൻ പാടില്ല. ഇനി ഇവൾക്കൊരു ജീവിതം ഉണ്ടാവരുത്. ഇവൾ ജനിച്ചതുപോലും ആരും ഓർക്കാൻ പാടില്ല. ഓം അഗ്നിനേത്രായ നമഃ. ഓം അഗ്നിദേവായ നമഃ. ഓം അഗ്നിദ്രവ്യായ നമഃ. ഓം അഗ്നിനേത്രായ നമഃ. ഓം അഗ്നിദ്രവ്യായ നമഃ. എന്താണിത്? ഒരു സാധാരണ സ്ത്രീയുടെ മേൽ നടത്തുന്ന ഈ ക്രിയയ്ക്ക് പൂർണ്ണത ലഭിക്കാത്തതെന്താ? ഇതെങ്ങനെ സാധ്യമാകും? ഇല്ല, എന്തോ തെറ്റ് സംഭവിക്കുന്നു. മന്ത്രം ഉച്ചരിക്കാൻ പോലും സമ്മതിക്കാത്ത ആ ശക്തി ഏതാണ്? അപ്പോൾ എന്റെ ശക്തി വിജയിക്കാതെ ഇങ്ങനെ തിരികെ വരുന്നെന്ന് പറയുമ്പോൾ ഇവളെ മറ്റേതോ ശക്തി രക്ഷിക്കുന്നുണ്ടാവും. നീ ഉണർന്നോ? നീ ഇനി ഉണ്ടാവില്ല. എന്താ ഇത്? മന്ത്രം ഉച്ചരിക്കാൻ പോലും തടസ്സം
തടസ്സമുണ്ടാക്കുന്നത് ഏത് ശക്തിയാണ്? എന്താണ് ഈ സംഭവിക്കുന്നത്? ഇല്ല, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റേതെന്ന് കരുതി എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആരൊക്കെ വിശ്വസിച്ചിരുന്നോ അവരെല്ലാവരും എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പരിഹാരം നൽകാനായിട്ട് സ്വാമിജി ഒരാളുണ്ട്. ആ വിശ്വാസം എനിക്കുണ്ട്. അദ്ദേഹം ഒന്ന് വന്നിരുന്നെങ്കിൽ എന്റെ മനസ്സിന് ധൈര്യം കിട്ടും. ഇന്ന് ഞാൻ ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ടും സ്വാമിജി വിളി കേൾക്കുന്നില്ലല്ലോ. ഇനി അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ശരി സ്വാമിജി, എനിക്ക് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ തന്നെ പരിഹാരം കാണാൻ വേണ്ടി അങ്ങ് പ്രയത്നിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ജയ് ഭോലേനാഥ. എന്താണ് ശിവന്റെ സംഭൂതനായ നിനക്ക് ഈ ശിവദൂതനെ കൊണ്ട് എന്താണ് ആവശ്യം? എന്നോട് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? സ്വാമിജി, അങ്ങ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ എന്തോ അപകടം വരാനിരിക്കുന്നുണ്ടെന്ന്. ആ അപകടം എന്താണ് സ്വാമിജി? അപകടം? ആരിൽ നിന്നാണ് അപകടം? ഒരു നല്ല മനുഷ്യന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം ദുഷ്ടന്മാരാണ്. ആരെ കൊണ്ട് വേണമെങ്കിലും അപകടം സംഭവിച്ചേക്കാം. നമ്മുടേതെന്ന് കരുതുന്ന നിഴൽ പോലും ഒരു വേള നമുക്കു നേരെ തിരിഞ്ഞേക്കാം. ഇത് കലികാലമാണ്. ഏയ് വിശ്വനാഥ, കാലഭൈരേശ്വര, രുദ്രേശ്വര, സർവകോടി ജീവജാലങ്ങൾക്കും അധികാരി നിങ്ങളാണ്. അങ്ങ് പറയേണ്ടതായ കാര്യങ്ങളൊക്കെ എനിക്കെങ്ങനെ അറിയാൻ സാധിക്കും? ഇവൻ നിന്റെ അംശസംഭൂതനാണ്. ഇവന് വന്നു ചേരുന്ന മായകൾ എന്താണ്? ഇവനത് പറഞ്ഞു കൊടുക്കുവാനുള്ള അനുമതി എനിക്കുണ്ടോ? ഈ കാലഭൈരവേശ്വര, അങ്ങയുടെ മനസ്സിലുള്ളത് നിന്റെ ഈ ദാസന് മനസ്സിലാക്കി കൊടുത്താലും എന്തിനാണ് ഈ മൗനം? സ്വാമിജി, ഞാൻ ആകെ ആശങ്കയില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തതിലുള്ള ഭയമുണ്ട് എനിക്ക്. സ്വാമിജി ദയവ് ചെയ്ത് ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞതാ. സ്വാമിജി, എനിക്ക് അറിഞ്ഞേ പറ്റൂ, പറയേ. എല്ലാം തന്നെ നിനക്കറിയണമെന്നുള്ളത് നിന്റെ ആഗ്രഹം. എന്നാൽ അതെല്ലാം നിനക്ക് പറഞ്ഞു തരിക എന്നുള്ളത് എന്റെ ദൗത്യമല്ല. അവന്റെ സമ്മതമില്ലാതെ അവന്റെ മനസ്സിലുള്ളത് വാക്കായി പറയുവാൻ സാധ്യമല്ല. കളഞ്ഞുപോയ നിന്നെ നീ തന്നെ തേടിപ്പിടിക്കുക എന്നത് നിന്റെ ദൗത്യമാണ്. അത് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം വ്യർത്ഥമാണ്. ശരി സ്വാമിജി, അങ്ങേക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റില്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു വഴി ഉണ്ടാവുമല്ലോ, ആ വഴി അങ്ങ് എനിക്കൊന്ന് പറഞ്ഞതാ. ഏയ്, എന്നെ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുമെന്ന് കരുതി എന്റെ പിറകെ വന്നതാണോ? എന്റെ അടുത്ത് വരുന്നത് വരെയും ഞാൻ മരണത്തെ കൊല്ലുന്നവളാണെന്നുള്ള കാര്യം നീ അറിഞ്ഞില്ല അല്ലേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്തിനാ നീ എന്റെ മുന്നിലേക്ക് വന്നത്? ആരാണ് നിന്നെ എന്റെ അടുത്തേക്ക് വിട്ടത്?